യൂണിവേഴ്സിറ്റിയിലെത്തി കഴിയുമ്പോൾ നിധി കൃഷ്ണ ഭഗവാനെ ഒരു തടസ്സം ഉണ്ടാവില്ലേ, ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ശ്രുതി പറയും, എന്തിനങ്ങനെ വെറുതെ ടെൻഷനാവുന്നത്, കുറച്ച് കഴിഞ്ഞാൽ കൈ കിട്ടാൻ പോവല്ലേ, താനൊന്ന് സമാധാനത്തോടെ വാ, ഇന്നത് വാങ്ങിയിട്ടേ നമ്മൾ പോകുന്നുള്ളൂ, പോരെ. നിധി അവിടെ നിർത്തിയിട്ട് ശ്രുതി മാഡത്തിനോട് പോയിട്ട് സംസാരിക്കുകയാണ്. അവർ നിധിയെയും അങ്ങോട്ട് വിളിപ്പിക്കും. സർട്ടിഫിക്കറ്റിന് വേണ്ട ഫോർമാലിറ്റീസിലൊക്കെ ഒപ്പിടിക്കും. അവിടെയുള്ള ആൾ ചോദിക്കും, സർട്ടിഫിക്കറ്റൊക്കെ സൂക്ഷിക്കണ്ടേ. നിധി സോറി പറയും. സർട്ടിഫിക്കറ്റ് നിധിയുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നും. ആ സന്തോഷത്തിൽ നിധി കരഞ്ഞു പോവാണ്. മാഡം ചോദിക്കും, എന്തിനാ കുട്ടി കരയുന്നത്. നിധി പറയും, ഇന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നറിയാം, എങ്കിലും ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു. അവരോട് നന്ദി പറയാണ് നിധി. അവർ നിധിയോടൊരു ഗുഡ് ലക്കും പറയും. മാഡം അവിടുന്ന് പോകുമ്പോൾ ശ്രുതി മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് കുറേ നന്ദിയൊക്കെ പറയാണ്. ശ്രുതി നിധിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിധി പറയും, ഇത് കിട്ടുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇത് കിട്ടാൻ കാരണം നിങ്ങളാ. നിധി ശ്രുതിയോട് നന്ദി പറയാണ്. നിധി ഷൈക്കാൻഡിന് വേണ്ടിയിട്ട് ശ്രുതിക്ക് നേരെ കൈ നീട്ടുകയാണ്. ശ്രുതിയാണെങ്കിൽ ഒരു സന്തോഷത്തോടെ അത് നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. നിധിയാണെങ്കിൽ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശ്രുതി നിധിക്ക് കൈ കൊടുക്കും. ശ്രുതിക്ക് എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നും. നിധി പറയും, ഇത് കൈ കിട്ടിയതാ എൻ്റെ ആദ്യത്തെ വിജയം, ഇനി ഞാൻ മനസ്സിലാഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കും. ശ്രുതി അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഹരീഷാണെങ്കിൽ വർക്ക്ഷോപ്പ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതുവഴി നീതു പോവും. നീതു ആണെങ്കിൽ ഹരീഷിനെ മൈൻഡ് ചെയ്യുന്നില്ല. ഹരീഷ് കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നീതു ആ സമയത്ത് കോളിലാണ്. ഹരീഷ് പറയും, അവളെ എന്നെ കേൾപ്പിക്കാനാണ് സംസാരിക്കുന്നത്, എന്നിട്ടും കാണാത്ത പോലെ നടന്നു പോവുകയാണ്. കൂടെയുള്ളവരാണെങ്കിൽ ഹരീഷിനെ ഇങ്ങനെ കളിയാക്കുകയാണ്. അവരോട് നീതുവിനോട് പോയിട്ടൊന്ന് സംസാരിക്കാൻ പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ പോയിട്ട് സംസാരിച്ചാൽ മതി, ദുരഭിമാനം പ്രേമത്തിന് നല്ലതല്ല. ഹരീഷ് നീതുവിൻ്റെ പിന്നാലെ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറിയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ നീതു ആണെങ്കിൽ ഒരക്ഷരം മിണ്ടുന്നില്ല. ഹരീഷാണെങ്കിൽ അങ്ങനെ ചോദിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷേ നീതു അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. നീതു പറയും, നീ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴും നിൻ്റെ ഉള്ളിലെവിടെയോ ഞാനുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ അങ്ങോട്ട് വരുന്നത് തന്നെ. ഇപ്പോൾ ആ വിശ്വാസമൊക്കെ പോയി. ഹരീഷ് നിരാശനായിട്ട് തിരിച്ചു വരികയാണ്. കൂടെ പണിയെടുക്കുന്നവരേക്കും, എന്ത് പറ്റി ഹരീഷ് ചേട്ടാ. ഹരീഷ് പറയും, ഞാൻ സോറി പറഞ്ഞിട്ടും അവൾ മൈൻഡ് ചെയ്യുന്നില്ല, അത്ര മുടയാണെങ്കിൽ കൈ വെച്ചോട്ടെ, ഞാനന്ന് പറഞ്ഞ് തെറ്റായിപ്പോയി, അതിന് ഞാൻ സോറി പറഞ്ഞു. നിധിയും ശ്രുതിയും കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിധിക്കും, ഇവിടെ അടുത്തല്ലേ ബീച്ച്. ശ്രുതി പറയും, അതെ, പോണോ. നിധിക്കും, ശ്രുതിക്ക് സമയം ഉണ്ടാവുമോ. ശ്രുതി പറയും, അതെന്ത് ചോദ്യം നിധി, നമുക്ക് പോവാം. അവർ ബീച്ചിലെത്തുമ്പോൾ നല്ല വെയിലായിരിക്കും. ശ്രുതി ഒരു കുട എടുത്തിട്ട് നിധിക്ക് കൊടുത്തിട്ട് പറയും, വെയിലാണ്, ചൂടിക്കോ. നിധി അത് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കേടുവന്നതാവും. നിധിക്ക് ഇതോ. ശ്രുതി പറയും, കേടുവന്നത് ഞാൻ കണ്ടില്ല. ശ്രുതി ആ കുട മടക്കി കൈ പിടിക്കും. അവിടെ വെയിലും കൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറയും, ഇവരൊക്കെ പ്രേമത്തിൻ്റെ പരകോടി നിൽക്കുന്നവരാ, വെയിലും മഴയൊന്നും അവരറിയില്ല. അത് മനസ്സിലാവണമെങ്കിൽ പ്രേമിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കണം. നിധി ചോദിക്കും, അവർക്കൊക്കെ ഈ വെയിലത്തിരുന്ന് എന്ത് സംസാരിക്കാനാണ്. ശ്രുതി പറയും, അവർക്ക് സംസാരിക്കാൻ കുറേ വിഷയങ്ങളുണ്ടാവുന്നേ. അവർ രണ്ടുപേരും കുറച്ച് അപ്പുറത്തേക്ക് നടന്നു പോവുകയാണ്. അവിടെ എത്തിയിട്ട് ശ്രുതി ചോദിക്കും, നിധി ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ. നിധി പറയില്ല. നിധി ചോദിക്കും, എന്താ അങ്ങനെ ചോദിച്ച്. ശ്രുതി പറയും, അല്ല, കോളേജിലൊക്കെ പോയിട്ടുള്ളതല്ലേ, പിന്നെ കാണാനും വലിയ തരക്കേടില്ല. നിധി ചോദിക്കും, എങ്ങനെ. ശ്രുതി പറയും, കുറച്ച് തരക്കേടില്ല. നിധി ചോദിക്കും, തരക്കേടില്ലെന്നേ ഉള്ളൂ. ശ്രുതി പറയും, സോറി, നിധിയുടെ ആത്മവിശ്വാസത്തെ തകർക്കുകയാണെന്ന് വിചാരിക്കരുത്, തരക്കേടില്ല, അത്രയേ ഉള്ളൂ. നിധി പറയും, എൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ല, ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയാം. നിധി പറയും, എനിക്കങ്ങനെ പ്രണയമൊന്നുമില്ല, എനിക്കങ്ങനെ ഒരു ഫീല് ആരോടും തോന്നിയിട്ടില്ല. ശ്രുതി പറയും, ഓ, വലിയ പഠിപ്പിസ്റ്റായിരുന്നിരിക്കുക അല്ലേ. നിധി പറയും, അതിലെന്താ സംശയം, ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, വെറുതെയാണോ എനിക്ക് മെഡൽ കിട്ടിയത്. അതിനെ ശ്രുതി ഇങ്ങനെ കളിയാക്കും, അയ്യേ, ഇങ്ങനെ പഠിക്കുന്നവരൊക്കെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ. നിധി പറയും, പറയുന്നത് കേട്ടാ ഇയാൾ വലിയ കാമുകനായിരുന്നോ. ശ്രുതി പറയും, കോളേജ് പഠിക്കുമ്പോൾ പ്രപ്പോസൽ തട്ടിയിട്ട് എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിധി ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. ചിരി കണ്ടിട്ട് ശ്രുതി ചോദിക്കും, എന്തേ. നിധി പറയും, കാമുകിമാരുടെ അടുത്ത് നിന്ന് ഓടി മതിൽ ചാടുന്ന നിങ്ങളൊന്ന് ഭാവനയെ കണ്ടു നോക്കിയതാ. നിധി പറയും, നിങ്ങളെനിക്ക് അറിഞ്ഞൂടെ, നിങ്ങളൊരാളെയും പ്രേമിച്ചിട്ടുണ്ടാവില്ല. ശ്രുതി ചോദിക്കും, ഹലോ, താൻ എന്താ എന്നെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്. നിധി പറയും, നിങ്ങളേതെങ്കിലും പെൺകുട്ടികളെ കണ്ടാ ഇളിച്ച് കാട്ടി വളവളാന്ന് കൊഞ്ചാൻ നിന്നിട്ടുണ്ടാവും, വളയ്ക്കാൻ ട്രൈ ചെയ്തിട്ടും കാണും, അത്രേ കാണൂ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി മനസ്സ് പറയും, ഇവളിത് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു. ശ്രുതി പറയും, അത്ര കൊച്ചാക്കൊന്നും വേണ്ട, 7th പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഫസ്റ്റ് ലവ്. 9th വെച്ച് 2 പേരെ എന്നെ പ്രേമിച്ചു. 10th വെച്ച് എൻ്റെ മലയാളം ടീച്ചറോട് പോലും എനിക്ക് ക്രഷ് തോന്നി. നിധി പറയും, അത്ര ചെറുപ്പത്തിലോ, അപ്പം നിങ്ങളെ കാമുകൻ നല്ല വിളിക്കേണ്ടത്, കോഴിയെന്നാണ്. നിധി ചോദിക്കും, ഇപ്പം ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ. ശ്രുതി മനസ്സ് പറയും, ഇവൾ അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണോ അതോ അറിയാതെ ചോദിക്കുന്നതാണോ. നിധി നിർബന്ധിക്കുമ്പോൾ ശ്രുതി പറയും, ഇപ്പോൾ ഒരു പെൺകുട്ടിയോട് ലവ് ഉണ്ട്, പക്ഷേ 1 വേ ആണ്. പക്ഷേ ആ കുട്ടി അത് സമ്മതിക്കുന്നു തോന്നുന്നില്ല. ഞാൻ ആ കുട്ടിയെ പ്രേമിക്കുന്നുണ്ടെന്ന് ആ കുട്ടിക്ക് അറിയുമോയെന്ന് പോലും എനിക്കറിയില്ല. നിധി ചോദിക്കും, ഞാൻ വേണമെങ്കിൽ ഇയാൾക്ക് വേണ്ടി ആ കുട്ടിയോട് സംസാരിക്കണോ. ശ്രുതി ചോദിക്കും, പിന്നെ തക്കലേന്ന് കിളിക്കൂട്ടിൽ വന്നത് അവിടെ ഉള്ളവരെയൊക്കെ കല്യാണം കഴിപ്പിക്കാനാണോ. നിധി പറയും, അങ്ങനെയെങ്കിൽ
നമ്മുടെ ഡിവോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ആ കുട്ടിയെ കല്യാണം കഴിക്കാമല്ലോ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. ശ്രുതി പറയും, തൊലച്ചു. നന്നായി ആസ്വദിച്ച് സംസാരിച്ച് വരികയായിരുന്നു. നിധിക്ക് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശ്രുതി പറയും, ആ ഹെൽപ്പ് റിസർവിൽ നിൽക്കട്ടെ, ഞാൻ ആവശ്യമുള്ളപ്പോൾ ചോദിച്ചു വാങ്ങിച്ചോളാം. ആ വഴി വരുന്നൊരു കടല കച്ചവടക്കാരനോട് ശ്രുതി 2 പേക്ക് കടല വാങ്ങുകയാണ്. അവർ കടല തിന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി അന്ന് നികേഷിനെ കണ്ട സ്ഥലം കാണിച്ചു കൊടുക്കും. നിധി ചോദിക്കും, ഓ ഇതാണല്ലേ നികേഷ് പറഞ്ഞ ബീച്ച്. നിധി പറയും, അവനിപ്പോഴും ഓക്കെ ആയിട്ടില്ല. ശ്രുതി പറയും, അത്ര പെട്ടെന്ന് ഓക്കെ ആവുന്ന കാര്യമല്ലല്ലോ, സമയമെടുക്കും. സുനന്ദയുടെ വീട്ടിലെ കല്യാണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീക്കർ കാണുമ്പോൾ അച്ഛൻ അവിടെയുള്ള ആളോട് ചോദിക്കും, ഇത് എത്ര വാട്സിൻ്റെയാ? അയാൾ ചോദിക്കും, എന്തിനാ? അല്ല, ഇത് എത്ര ദൂരം ശബ്ദം പോകുമെന്ന് അറിയാനാ. ചേട്ടൻ ഭാസ്കരൻ്റെ വീട്ടുകാരെ ഇത് കേൾപ്പിക്കണം, അതിനല്ലേ? അമ്മ പറയും, അതെ, കല്യാണം കഴിഞ്ഞ എൻ്റെ മോള് അകത്ത് കയറുന്നത് വരെ അവർക്കൊരു സമാധാനം കൊടുക്കരുത്. അയാൾ പറയും, ആ കാര്യം ഞാൻ ഏറ്റു. ആ സമയത്ത് ഹരീഷും സുഭാഷും അതുവഴി പോവുകയാണ്. സുനന്ദ അകത്തുനിന്ന് ഇവരെ കാണുന്നുണ്ട്. ആ സമയത്ത് അച്ഛനൊരു കോളിലായിരിക്കും. അവരെ കാണുമ്പോൾ അച്ഛൻ പറയും, ഞാൻ ഇപ്പോൾ വിളിക്കാം. സുനന്ദ ഒരു ദയനീയ ഭാഗത്തിൽ സുഭാഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുഭാഷിനും സുനന്ദയെ നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ.